ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഞാൻ കോളേജില് ഉച്ചക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് വെറുതെ ഇരിക്കുന്ന ടൈം, അതായത് മാം വരാനുള്ള ടൈം, എനിക്ക് പെട്ടെന്ന് ഒരു കോൾ വന്നു. ഞാൻ അപ്പൊ തന്നെ കോൾ എടുത്തു. അപ്പൊ അമ്മയായിരുന്നു. അമ്മ പറഞ്ഞു, മോളെ നീ എന്തെടുക്കുക? ഞാൻ കോളിൽ പറഞ്ഞു, അമ്മേ ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കുക, എന്താ? അപ്പൊ എന്നോട് അമ്മ പറഞ്ഞു, എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ ചോദിച്ചു, എന്താ അമ്മേ, പറ. അതായത് എന്റെ അമ്മയുടെ അനിയത്തി, അദ്ദേഹത്തിന്റെ ഭർത്താവിനെ വീടുന്നില്ല, അദ്ദേഹം വീടൊന്നും വെച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം നാട്ടിൽ വരുന്ന ടൈം അദ്ദേഹം എന്റെ വീട്ടിലായിരുന്നു താമസിക്കാറുണ്ടായിരുന്നത്. അപ്പൊ പെട്ടെന്ന് 5 കൊല്ലായി അദ്ദേഹം ശേഷം നാട്ടിലോട്ടേക്ക് വന്നിട്ട് ദുബൈയിൽ തന്നെയായിരുന്നു. അങ്ങനെ പെട്ടെന്ന് എന്റെ അമ്മയ്ക്ക് കോൾ ചെയ്ത് എന്നോട് പറഞ്ഞു, മോളെ, അതായത് ആ ചേച്ചി, അതായത് എന്റെ അമ്മയുടെ അനിയത്തി സിന്ധു എന്നായിരുന്നു പേര്. അപ്പോ സിന്ധു ചേച്ചി വീട്ടില് നിക്കാൻ വരുന്നുണ്ട്. അപ്പോ ഞാൻ പറഞ്ഞ എന്താന്ന് വെച്ചാല്, നീ കോളേജ് കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോഴേക്കും ആ ചേച്ചി നമ്മുടെ വീട്ടിലുണ്ടാവും. അപ്പൊ തന്നെ എനിക്ക് എന്തോ പോലെ ഞാൻ വേഗം തന്നെ അമ്മയോട് പറഞ്ഞു, ഓ ആയിക്കോട്ടെ അമ്മേ. കാരണം അമ്മ പറഞ്ഞു പെട്ടെന്ന്, എനിക്ക് എന്താന്ന് വെച്ചാല് ഞാൻ ഈ എവിടെയെങ്കിലും പോയി വരുമ്പോ എന്റെ വീട്ടിൽ ആരെങ്കിലും വന്നാൽ എനിക്കൊരു എതുക്കേടാവും. കാരണം എനിക്കങ്ങനെ താല്പര്യമില്ല. പുറത്തെങ്ങാനും ചെരുപ്പൊക്കെ കണ്ടാൽ ഞാൻ വീട്ടിലോ കയറത്തില്ല. ഞാൻ എവിടെയെങ്കിലും പോയി എൻ്റെ അടുത്തുള്ള ഫാമിലിയിലോ എവിടെയെങ്കിലും പോയി അവിടെ നിൽക്കും. അങ്ങനെ പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അമ്മ പറഞ്ഞത്. കാരണം എനിക്ക് ഇവരോട് അങ്ങനെ പ്രശ്നമില്ല, ഇവര് എൻ്റെ വൈബിന് പത്ത ആൾക്കാർ തന്നെയായിരുന്നു. പക്ഷെ അമ്മയ്ക്കും ആ ചേച്ചിക്കും സിന്ധു ചേച്ചിക്കും ഒന്നും അറിയാത്ത ഒരു കാര്യം നമ്മുടെ ഇടയിൽ നടന്നിട്ടുണ്ടായിരുന്നു. അതായത് കഴിഞ്ഞ 5 വർഷം മുമ്പ്, 5 വർഷത്തിന് ശേഷമായിരുന്നു അദ്ദേഹം വീണ്ടും വരുന്നത്. കഴിഞ്ഞ ലാസ്റ്റത്തെ 5 വർഷത്തിന് മുമ്പ് ഞാൻ എന്തോ വേണ്ടാത്തത് ചെയ്യുന്നത് അദ്ദേഹം കണ്ടിട്ടുണ്ടായിരുന്നു. കാരണം ഇത് നിങ്ങൾക്ക് അറിയാലോ, കൈയാണ്. അപ്പോൾ ഇതിനെ കൊണ്ട് നമ്മൾ ഒരു കാര്യം ചെയ്യാറുണ്ടായിരുന്നു. ഗേൾസിനറിയാം എന്താണ് ചെയ്യുന്നത്, ഗേൾസിന് മാത്രം അറിയുന്ന ഒരു കാര്യമായിരുന്നു. അത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഇദ്ദേഹം റൂമിൽ, അപ്പൊ അദ്ദേഹം അത് കാണാൻ ഇടയായി. പക്ഷെ അന്ന് വൈകിട്ടായിരുന്നു അദ്ദേഹം ഗൾഫിലോട്ട് പോകുന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കൊന്ന് സമാധാനായി. അന്ന് ഉച്ചക്കായിരുന്നു അത് കണ്ടത്. വൈകിട്ട് അദ്ദേഹം ഗൾഫിലും പോയി. അത് കണ്ട ഉടനെ തന്നെ ഞാൻ എൻ്റെ സുഹൃത്തിനെ വീട്ടിലോട്ടേക്ക് ഓടിച്ചെന്നു. കാരണം എനിക്ക് നാണക്കേടാണ്, ഇനി എങ്ങനെയാണ് അയാളുടെ മുഖത്തോട്ട് നോക്കുക എന്നുള്ള ഒരു സംഭവത്തിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ വലിയ മൈൻഡൊന്നും ചെയ്തില്ല. അപ്പൊ തന്നെ അദ്ദേഹം ഒരു 2 മണിക്കൂറിന് ശേഷം അദ്ദേഹം ദുബൈയിലോട്ട് പോയിട്ടുണ്ടായിരുന്നു, ഗൾഫിലോട്ട്. അതുകൂടെ എനിക്ക് വലിയ പ്രശ്നം ഉണ്ടായിട്ടാണ്. പക്ഷെ എൻ്റെ മനസ്സിൽ അത് കിടന്നിങ്ങനെ കറങ്ങിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് അദ്ദേഹം 5 കൊല്ലത്തിന് ശേഷം എന്റെ വീട്ടിലാണ് വരുന്നതും അന്നത്തെ കാര്യങ്ങളൊക്കെ ഓർത്ത് എനിക്ക് ഭയങ്കര നാണക്കേടായിരുന്നു. ഇതൊന്നും അമ്മയോട് പറയാൻ പറ്റില്ലല്ലോ, അമ്മയോട് നല്ല ആരോടും തന്നെ ഈ കാര്യമൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു, 5 കൊല്ലമൊക്കെ ആയില്ലേ, അദ്ദേഹം മറന്നു കാണും. പിന്നെ ഞാൻ വിചാരിച്ചു, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ മറക്കുവോ എന്നുള്ള ഒരു ചിന്ത എന്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ ഞാൻ എന്നെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി, അതൊക്കെ അദ്ദേഹം മറന്നിട്ടുണ്ടാവും, ഞാൻ എന്തിനാണ് ഇതൊക്കെ മനസ്സിൽ വെച്ച് നടക്കണേ എന്ന് ഞാൻ തന്നെ എന്നോട് പറഞ്ഞു. അങ്ങനെ കോളേജിൽ നിന്ന് മുഴുവനും അതും ആലോചിച്ച് തല പുണ്ണാക്കി. പിന്നെ തന്നെ ഞാൻ വിചാരിച്ചു, വെറുതെ എടുത്ത് വെച്ച് കാണാം. ഇനിയിപ്പോ കണ്ട ആളെ എനിക്ക് എങ്ങനെയും അദ്ദേഹം കണ്ടു, ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് ഞാൻ വിചാരിച്ചു ഞാൻ എന്തിനാണ് ഇത് തലക്കെടുക്കുന്നത്, 2 കൽപ്പിച്ച് വീട്ടിലോട്ട് പോവാം. അങ്ങനെ ഞാൻ വീട്ടിലോട്ട് ചെല്ലുമ്പോ തന്നെ നല്ല മണം ഉണ്ടായിരുന്നു. അതായത് ദുബൈന്നൊക്കെ വന്നതല്ലേ, നല്ല പെർഫ്യൂമിന്റെ മണവും പുറത്ത് 2-3 ചെരുപ്പും. എനിക്കാകെ വല്ലാണ്ടായി. അങ്ങനെ ഞാൻ വേഗം തന്നെ 2 കൽപ്പിച്ച് ഞാൻ ഉള്ളിലോട്ട് കയറി. എന്നിട്ട് അദ്ദേഹത്തിനോട് ഒരു ചിരി ചിരിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഡി നീ വലുതായല്ലോ, നീ അങ്ങ് വലുതായല്ലോ എന്നോട് പറയുമ്പോ ഞാൻ വിചാരിച്ചു, മറന്നിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞു, വലുതായി എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു, ഞാൻ ഫ്രഷ് ആയിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് ഞാൻ റൂമിൽ കയറി. റൂമിലത്തെ ഡോർ അടിച്ച് റൂമിൽ തന്നെ വാഷ്റൂം ഉണ്ട്. അവിടെ നല്ല കുളിച്ച് ഫ്രഷ് ഒക്കെ ആയി വീണ്ടും എനിക്ക് ഒരു നാണക്കേട്. അപ്പോഴേക്കും സമയം 8 മണി ആയിട്ടുണ്ടായിരുന്നു, ഫുഡ് കഴിക്കേണ്ട സമയം. അങ്ങനെ നമ്മൾ രണ്ടുപേരും എല്ലാവരും തന്നെ ഒരുമിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചു. അന്നത്തെ ദിവസം അങ്ങനെ പോയി. പിന്നെ എൻ്റെ അമ്മ അവിടെ ഇരിക്കുന്ന ടൈം, വെറുതെ കഥ പറയുന്ന ടൈം, അദ്ദേഹത്തിനോട് പറഞ്ഞു, ഇവിടെ ഒക്കത്തുള്ള എല്ലാവർക്കും സ്കൂട്ടിയും ബൈക്കും കാറും ഒക്കെ തന്നെ അറിയാം, ഇവൾക്ക് മാത്രം അതിനോട് ഭയങ്കര പേടി. അപ്പോ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന്റെ പേര് വിഷ്ണു എന്നായിരുന്നു. അപ്പോ വിഷ്ണുവേട്ടൻ പറഞ്ഞു, അതെന്താ ഇവൾക്ക് ഇങ്ങനെ പേടി? എന്നാ ഞാൻ ഈ 2 മാസത്തേക്ക് വന്നതല്ലേ, ഞാൻ ഈ 2 മാസം കഴിഞ്ഞ് ഇവിടുന്ന് പോകുമ്പോഴേക്കും ഇവൾക്ക് ഞാൻ ഈ ലൈസൻസും സ്കൂട്ടി ഓട്ടാനും പഠിപ്പിച്ചിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ എപ്പോഴും എനിക്ക് കോളേജ് കഴിഞ്ഞ് ഞാൻ ഫ്രീ ആവാറ് തന്നെ ഒരു 7 മണിയാകുമ്പോഴേക്കാണ്. അപ്പൊ പറയണ്ടല്ലോ, കുറച്ച് ഇരുട്ടായിട്ടുണ്ടാവും. അപ്പൊ സ്കൂട്ടി പഠിക്കുന്നതൊന്നും അത്ര നല്ല എളുപ്പമുള്ള കാര്യമല്ല.
കാരണം വഴിയും അന്ന് നല്ല മഴക്കാലായിരുന്നു, റോഡിലൊക്കെ ചളിയും കണ്ടത്തിന്റെ അടുത്തായിരുന്നു എന്റെ വീട് എന്ന് പറയുന്നത്. അപ്പൊ അതത്ര സാധ്യമുള്ള കാര്യമായിരുന്നില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞു 2 മാസം കഴിഞ്ഞ് ഞാൻ വീട്ടിൽ മടങ്ങി ദുബായിലോട്ട് പോകുന്ന ടൈം ഇവളെ ഞാൻ ഡ്രൈവിംഗ് പഠിപ്പിച്ചിരിക്കും, അതായത് സ്കൂട്ടി പഠിപ്പിച്ചിരിക്കും. അങ്ങനെ എനിക്ക് ഭയങ്കര സന്തോഷമായി, കാരണം എനിക്ക് സ്കൂട്ടി പഠിക്കണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എന്നെ ഇവിടെ ആരും പഠിപ്പിക്കാനില്ല. എന്റെ അച്ഛനും ഗൾഫിലായിരുന്നു, അതുകൊണ്ട് എനിക്ക് പഠിപ്പിക്കാനും ഉണ്ടായിരുന്നില്ല, എനിക്ക് ഏട്ടനും ആരും ഉണ്ടായിരുന്നില്ല. അപ്പൊ ആ ഒരു വിഷമം എനിക്കുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം അത് ചെയ്തരാന്ന് പറയുമ്പോ ഞാനൊന്ന് സന്തോഷായി. പക്ഷെ എനിക്കൊരു എന്താന്ന് വെച്ചാല് അദ്ദേഹം ആ കാര്യമൊക്കെ മറന്നിട്ടുണ്ടായിരുന്നു എന്നുള്ള ഒരു ഇതായിരുന്നു. കാരണം അദ്ദേഹം ഒരു നോക്കുകൊണ്ട് പോലും എന്നോട് അതൊരു മീൻസ് ഒരു ഇതെനിക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് എനിക്കും സന്തോഷമായി. ഇദ്ദേഹം മറന്നു കാണുമല്ലേ. ഞാൻ അദ്ദേഹത്തോട് നല്ല രീതിയിൽ തന്നെ പണ്ടത്തെ ആ ഒരു ഇത് മനസ്സിലാക്കാതെ നല്ല രീതിയിൽ സംസാരിച്ചു, നമ്മൾ നല്ല ഫ്രണ്ടൊക്കെ ആയി. അപ്പൊ പെട്ടെന്ന് അദ്ദേഹം പറഞ്ഞു എന്നോട്, രാവിലെ ഞാൻ ഈ കോളേജിൽ പോകുന്ന ടൈം അദ്ദേഹം എന്നോട് പറഞ്ഞു, നീ ഇന്ന് നേരത്തെ വന്നാൽ നമുക്ക് സ്കൂട്ടി ഓട്ടാൻ പഠിക്കാം. അങ്ങനെ എനിക്ക് കോളേജിൽ നിന്നൊക്കെ നല്ല സന്തോഷമായിരുന്നു, കാരണം വൈകിട്ട് സ്കൂട്ടി ഓട്ടാൻ പഠിക്കാം എന്നൊക്കെ ആലോചിച്ച്. നല്ല രാത്രിയൊക്കെ അല്ലേ, നല്ല കാറ്റും ഒക്കെ തന്നെ ഉണ്ടാവും. അങ്ങനെ എനിക്ക് നല്ല ആഗ്രഹമായി. ഞാൻ ഈ വീട്ടിൽ വന്ന ഉടനെ തന്നെ വേഗം കുളിച്ച് ഫ്രഷായി. അപ്പോഴേക്ക് തന്നെ 7:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, വാ നമുക്ക് സ്കൂട്ടി ഓട്ടാൻ പഠിക്കാം. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നീ 2 ഹെൽമെറ്റ് എടുത്തോ, ചാവി എന്റെ കയ്യിലുണ്ട്. അങ്ങനെ ആ വേഗം തന്നെ ഉള്ളിലോട്ട് ചെന്ന് 2 ഹെൽമെറ്റ് ഒക്കെ എടുത്ത് ഞാനും എന്റെ ഏട്ടനും കൂടെ, ഞാൻ ഏട്ടനാണ് വിളിക്കാറ്, അങ്ങനെ നമ്മൾ 2 പേരും ഇരട്ടത്ത് സ്കൂട്ടി എടുത്ത് പോവുകയാണ്. അപ്പൊ പെട്ടെന്ന് നല്ല രീതിയിൽ ഞാൻ സ്കൂട്ടിയൊക്കെ ഓട്ടുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് എനിക്ക് പിറകിൽ നിന്നും എന്തൊക്കെയോ തടയുന്നത് പോലെ. ഞാൻ ആദ്യം തന്നെ വലിയ മൈൻഡൊന്നും ചെയ്തില്ല. പെട്ടെന്നൊരു നല്ല കാടും നല്ല ഇരുട്ടും നല്ല വീടുകളൊന്നും കുറവുള്ള ഒരു സ്ഥലത്ത് വണ്ടി നിർത്തി എന്നോട് പറഞ്ഞു, ഡി. ഞാൻ ചോദിച്ചു, എന്താ? ഞാൻ നല്ല ഹാപ്പിയിൽ മുമ്പിൽ സ്കൂട്ടിയൊക്കെ പിടിച്ച് ഞാൻ ഇങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു. പെട്ടെന്ന് എന്നോട് ചോദിച്ചു, ഞാൻ അതൊന്നും മറന്നില്ല എന്ന് പറയുമ്പോൾ ഞാൻ ഇങ്ങനെ ചിരിച്ചു. ഇങ്ങനാക്കി. പെട്ടെന്ന് എന്റെ എക്സ്പ്രഷൻ മാറി. ചിരിച്ചുകൊണ്ട് ഇങ്ങനാക്കി ഞാൻ, എന്ത് മറന്നില്ല എന്ന്. അപ്പോ അദ്ദേഹം പറഞ്ഞു, ഒന്നും അറിയാത്ത പോലെ എന്ന് പറയുമ്പോ ഞാൻ വിചാരിച്ചു, ദൈവമേ കൈവിട്ട് പോയല്ലോ. അതും ഞാൻ ചുറ്റുഭാഗത്തൊക്കെ നോക്കി, നല്ല ഇരുട്ടായിരുന്നു, ഒരു വീട് പോലും ഉണ്ടായിരുന്നില്ല. ഇദ്ദേഹത്തിന്റെ കയ്യില് എനിക്ക് ഞാൻ പെട്ട അവസ്ഥ പോലെ. അങ്ങനെ ഞാൻ തിരിഞ്ഞിങ്ങനെ നോക്കി. അപ്പൊ പറഞ്ഞു, എന്തിനാണ് അന്ന് ഉച്ചക്ക് അങ്ങനെ ചെയ്തത്? ഞാൻ അവിടെ നിന്ന് കുറെ ചിന്തിച്ചു. ശേഷം എനിക്ക് ഞാനൊരു വട്ടം കോളും ചെയ്തിട്ടുണ്ടായിരുന്നു, നീ കോൾ എടുത്തില്ലല്ലേ. അപ്പോഴായിരുന്നു എനിക്കറിഞ്ഞത് ഇദ്ദേഹം എനിക്ക് കോളൊക്കെ ചെയ്തിരുന്നു. എന്തെങ്കിലും ഒരു മിസ് കോൾ പോലും വന്നിട്ടുണ്ടായിരുന്നില്ല, കാരണം പോട്ടിയമ്മിലായിരുന്നു അദ്ദേഹം വിളിച്ചത്. ഞാൻ പോട്ടിയമ്മൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത കാലം പറയാം. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, നീ എന്തിനാണ് അന്ന് അത് ചെയ്തത്? ഇന്നിപ്പോ ഞാനുണ്ടല്ലോ. ഞാൻ ചോദിച്ചു, എന്തൊക്കെയാ ഈ പറയുന്നേ എന്ന് പറഞ്ഞ അദ്ദേഹം പറഞ്ഞു, ഒന്നും അറിയാത്ത പോലെ. അങ്ങനെ അവിടെ നിന്ന് വേറൊരു വീട്ടിലോട്ട് നമ്മൾ സ്കൂട്ടിയും കൊണ്ട് പോയി. പിന്നെ അവിടെ നടന്നത് ചരിത്രമായിരുന്നു. കാരണം അദ്ദേഹത്തിന് 5 കൊല്ലമായി എന്നോട് ഭ്രാന്തായിരുന്നു. ആ ഭ്രാന്തൊക്കെ അദ്ദേഹം തീർത്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ആ ഒരു അവസ്ഥയിലായിരുന്നു എന്നോട് ഇത്രയും താല്പര്യമുണ്ട് എന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞത്. അപ്പൊ ഇതുപോലുള്ള കഥകൾ നിങ്ങൾക്ക് പച്ചക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ നമ്പറിൽ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ ഞാൻ നിങ്ങളൊരു ഗ്രൂപ്പിൽ ആഡ് ചെയ്യും. ഫ്രീ ആയിട്ടല്ല, ഒരു സ്കാനർ എടുക്കുന്നതായിരിക്കും. അതിലോട്ട് 500 രൂപ പേ ചെയ്താൽ നിങ്ങൾക്ക് വേണ്ട കഥകളും വീഡിയോ കോളും വീഡിയോസും ഫോട്ടോസും ഒക്കെ തന്നെ അവൈലബിൾ ആണ്. താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ നമ്പറിൽ എനിക്ക് മെസ്സേജ് അയക്കുക. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.